നമുക്കേ വള്ളുവനാട്ടുകാരുടെ സ്വന്തം തിരുമാതംകുന്ന് അമ്പലത്തിൽ നിന്ന് പോയാലോ? വലുതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതയാണെങ്കിലും തിരുമാതംകുന്നിലമ്മ എന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രശസ്തി. വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ഉപദേവനാണ്. ദർശന സമയം രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണിവരെയുമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ കുന്നിൻ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ നടയിൽ ഇറക്കത്തിൽ കടലുണ്ടി പുഴയുടെ ഒരു പോഷക നദി കടന്നുപോകും. ഓരോ നാളുകളിൽ നിത്യേനെ രാവിലെ ആറാട്ടിനായി തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുഴയിൽ എഴുന്നള്ളിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കയറ്റവുമാണ് പൂരാഘോഷത്തിന്റെ മുഖ്യ ചടങ്ങ്. ആൽത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ്. മംഗല്യപൂജയ്ക്ക് പേര് കേട്ട ക്ഷേത്രം കൂടിയാണിവിടം. ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന ഈ വഴിപാട് നടത്തുന്നതിനായി നൂറുകണക്കിന് ജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടക്കാറുള്ളത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി വ്യത്യാസമില്ലാതെ ആർക്കും ഈ പൂജ നടത്താവുന്നതാണ്. 3 ഘട്ടങ്ങളിലായി പൂജ നടത്തി വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ ഒരുമിച്ച് ദേവി അനുഗ്രഹം വാങ്ങാൻ വരുന്ന കാഴ്ച ഇവിടെ സ്ഥിരമാണ്. കൂടാതെ 11 ദിവസത്തെ വള്ളുവനാടൻ ദേശീയോത്സവമായി കണക്കാക്കപ്പെടുന്ന അതിഗംഭീരമായ ഉത്സവം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. മീനമാസം, അതായത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് പൂരം നടക്കുക. നാലമ്പലത്തിനകത്തു നിന്ന് തിടമ്പ് പുറത്തേക്ക് ആനയിക്കുമ്പോൾ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ജനസാഗരം. അതൊരു സ്ഥിര കാഴ്ചയാണ്. സ്വർണ്ണവർണ്ണ തിടമ്പേറ്റു വരുന്ന ഗജവീരന്മാർ, 10,000-കണക്കിന് ഭക്തജനങ്ങൾ തൊഴുകൈകളുമായി ദേവിയുടെ കൃപാകടാക്ഷം തേടാൻ അവിടെ ഉണ്ടായിരിക്കും. തട്ടകത്തിൽ ജനിച്ചു വളർന്നവർക്ക് അതിൻ്റെതായ ഒരു അഹങ്കാരം എന്തായാലും ഉണ്ടായിരിക്കും. അവരും ഒന്ന് തട്ടകം എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എത്ര പേരുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമാണ് വരേണ്ടത്. 2025 ഉത്സവം നടന്നത് ഏപ്രിൽ 3 വ്യാഴാഴ്ചയായിരുന്നു. ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ ഞാനും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അങ്ങാടിപ്പുറംകാരനാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ തിരുമാതംകുന്നിലമ്മേ കാത്തോളനെ എന്ന ഒരു വാക്ക് തന്നെയാണ് അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. നോൺ വെജ് ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഭക്ഷണത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആനൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ അത് കണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അവിടുത്തെ ഓരോ കാഴ്ചകളും. വന്നവർ പിന്നെയും വരാനുള്ള ആ ഒരു ടെൻഡൻസി എപ്പോഴും അവിടെ ഉണ്ടാവും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണേ. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ.